പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്ന്. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ. ഒരു ചായ. ഈ സ്ഥലത്തിന്റെ പേരെന്താ? പുതിയ ആളാണല്ലേ? ഇതിനുമ്പ് കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടുണ്ടാവൂല, ഞാനിവിടെ ആദ്യമായിട്ട് വരിക. എവിടുന്നാ? കുറെ തെക്കുന്നാ. ബസ്സൊന്നും വരുന്ന കണ്ടില്ലല്ലോ. എങ്ങനെയാ വന്നേ? ആ പോയ കച്ചിലോറി കയറി വന്നതാ. ഇവിടെ ഒന്ന് മൂത്രമൊക്കെ ഇറങ്ങി, അപ്പൊ ലോറി അങ്ങ് പോയി. ഈ സ്ഥലത്തിന് എന്താ പറയാ? മഞ്ചാടിക്കുന്ന്. മഞ്ചാടി. എങ്ങോട്ട് പോയിരുന്നു? പണി അന്വേഷിച്ച് ഇറങ്ങിയതാ. ഇവിടെ എവിടെയെങ്കിലും പണി തരപ്പെടുവോ? അതിപ്പോ കൂപ്പില് പണിയുണ്ടായിരുന്നു, കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയേ ഉള്ളൂ. ഇനി സീസൺ വരണം. അല്ല, കൂപ്പിലല്ലാതെ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പണി? ആ കുന്നും പുറത്ത് മുഴുവൻ കുടിയേറ്റക്കാരാ. അവിടെ ചെന്ന് അന്വേഷിച്ചാ എന്തായാലും പണി കിട്ടും. ഏതായാലും ഒന്ന് ശ്രമിച്ചു നോക്ക്. പാല് ഒരു പഴം എടുത്തോട്ടെ. അതെ, പാലിന്റെ കാശത്രയും കുറയും. എടുത്തോ. അപ്പോഴേ നാളെ മുതൽ 20 പാല് കൂടി ജാസ്തി വേണം. ഫോറസ്റ്റ് ഓഫീസ് ഇപ്പൊ വലിയ തിരക്കാ. ചായ എമ്മടി ചെലവാണുണ്ട്. ഇതകത്തുകൊണ്ടേക്ക്. വേഗം പരുത്തിക്കുരും പിണ്ണാക്കും തളിക്കൊണ്ടുവാ. മോനെ, അമ്മിണിക്കുട്ടിയെ പിടിച്ച് കൂട്ടിലാക്ക്. നീ പാല് പട്ടു കുടിക്കുന്നുണ്ടല്ലോ നിന്റെ കൂട്ടിലിടുന്നേ. ഏട്ടൻ ഇപ്പൊ വരാട്ടാ. വേഗം കുടിക്ക്. ആരാ? എന്താ? ഒരു പണി കിട്ടിയാ വലിയ ഉപകാരാവും. ഇവിടെ ഇപ്പൊ പണിയൊന്നുമില്ല. അയ്യോ, അങ്ങനെ പറയരുത്. എന്തെങ്കിലും ഒരു പണി മതി. അതിനിവിടെ പണിയൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, വലിയ കൂലിയൊന്നും വേണമെന്നില്ല. ആദ്യം അങ്ങനെയൊക്കെ പറയും, ഒടുക്കം മട്ടുമാറും. എന്തെങ്കിലും തന്നാ മതി. വേണ്ട വേണ്ട, ഇവിടെ പണിയൊന്നുമില്ല. വേണമെങ്കിൽ കുടിക്കും. തങ്കേ, മോൻ പറഞ്ഞാൽ അമ്മ കേൾക്കും. ഒന്ന് പറയണ്ട കുട്ടാ. കുട്ടനോ? ഇയാൾക്ക് എങ്ങനെ എന്റെ പേരറിയാ? അതൊക്കെ ഒരു വേലയല്ലേ മാഷേ. അപ്പോഴേ കുട്ടാ, ഒന്ന് അമ്മയോട് പറ കുട്ടാ. ഇയാള് പോയില്ലേ ഇതുവരെ? ഈ വിറക് ഞാൻ കീർത്തരാം. എന്തെങ്കിലും തന്നാ മതി. കോടാലി ഇവിടെ ഞാൻ കാണിച്ചു തരാം.
മാഷേ ഈ മരം ഒറ്റ പെട്ടെന്ന് 2 കഷ്ണമായി കാണിച്ചേ. എന്നാ ഒന്ന് നോക്കാലോ. നോക്കിക്കോ. മാഷെ ഒരു കിളിക്കൂടെ ഉണ്ടാ? ഹായ്, നോക്കട്ടെ നോക്കട്ടെ. എവിടെ? 3 എണ്ണം ഉണ്ട്. കുയിലിന്റെ മുട്ടയാ? ഞാനും നോക്കട്ടെ. ഹായ്, നല്ല ഭംഗിയുണ്ടല്ലേ? കിളി ഇതിന്റെ മുകളിലിരുന്ന് കൂക്കൊന്ന് കൂവാറണ്ടേ? ഞാൻ അമ്മയോട് പറഞ്ഞപ്പോ പറയാ പോടാ നിന്റെ തോന്നലാന്ന്. ഇപ്പോഴോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? പറഞ്ഞോളൂ, ഇനിയിപ്പോ എന്താ ചെയ്യാ? വിരിഞ്ഞിരുന്നെങ്കിലേ കിളിക്കുഞ്ഞുങ്ങളെ കിട്ടുമായിരുന്നു. അല്ല, ഇവിടെ കോഴിമുട്ട വിരിയാൻ വെച്ചിട്ടുണ്ടോ? എങ്കിൽ അതിന്റെ കൂടെ കൊണ്ട വെച്ചാൽ മതി, വിരിഞ്ഞു കിട്ടും. അപ്പൊ തള്ളക്കോഴി കോഴിക്കുഞ്ഞിന് പകരെ കിളിക്കുഞ്ഞിനെ കണ്ടാലോ? അപ്പൊ എന്ത് ചെയ്യും? അന്നേരത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. കുഞ്ഞു വിരിയട്ടെ, തള്ളക്കോഴിയെ പറഞ്ഞ് സമാധാനിപ്പിച്ചാ മതിയല്ലോ. അത് ശരിയാ. എവിടേക്കാ ഈ ഓടണേ? നിക്ക് മോനെ, ഒന്ന് ശരിക്ക് കഴിക്കൂട്ടാ. കുട്ടൻ ഒരു ഉരുള ഉണ്ണുമ്പോ 1 ഇല അമ്മണിക്കുട്ടിക്ക് 1 ഇല ജാനുവിന്. എന്റെ കുട്ടാ, നീ കളി നിർത്തി മര്യാദയ്ക്ക് ഉണ്ണുന്നുണ്ടോ? ഉണ്ണുന്നുണ്ടല്ലോ. ആ ഉണ്ണുന്നു. എത്ര നേരം ഞാൻ ഇതും കൊണ്ട് നിന്റെ പുറകെ നടക്കുന്നു. അമ്മയ്ക്ക് എന്താ പിന്നെ വേറെ പണി? സമ്മതിച്ചു. ആ മോൻ കഴിച്ചാട്ടെ. അമ്മയുടെ മോനെ പെട്ടെന്ന് വലുതാവണ്ടേ? ഈ ഉരുള കഴിച്ചിട്ടാ ഇപ്പൊ വലുതാവും മോനെ. വിരിയാൻ വെച്ചിട്ടുണ്ടെന്ന് അമ്മയോട് പറയണ്ട കേട്ടോ. അതെന്താ അമ്മ വഴക്കുറയോ? അതേനെ, എപ്പോഴും അതെ. അമ്മയുടെ വിചാരേ അമ്മ വലിയ ആളാണെന്നോ. ഇപ്പൊ കൊറേ നേരമില്ലേ? ആ കിളിമുട്ട വിരിഞ്ഞിട്ടുണ്ടോന്ന് നമുക്കൊന്ന് നോക്കാം. ആള് കൊള്ളാലോടെ മാഷെ. വെച്ച ഉടനെ മുട്ട വരുമോ? അതിനൊക്കെ ഒരു സമയാവൂലേ? ക്ഷമിക്ക്. എടി തങ്കേ, ഞാൻ ചന്തയിലേക്ക് പോവാട്ടോ. ആടുകൾക്കൊക്കെ എലിയിട്ട് കൊടുക്കണം. മഴ വരുന്നു തോന്നുന്നു. ആ പശുക്കളെ കഴിച്ചു കെട്ടിക്കോ, മറക്കരുത്. വിറകൊക്കെ കീറി കഴിഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ? വേറെ പണിയൊന്നുമില്ല. അല്ല, ഇത് വേണം ഞാൻ കൊണ്ടേ കൊടുക്കാൻ ചന്തയിൽ. വേണ്ട വേണ്ട, ഞാൻ തന്നെ കൊണ്ടേക്കോളാം. അല്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ കൊണ്ടു. നിങ്ങളെയൊക്കെ എങ്ങനെയാ വിശ്വസിക്കുക? ഞാൻ കൂടെ പോവാമേ. ശരി, ചായക്കട കാണിച്ചു കൊടുക്കോ? ചായക്കട എനിക്കറിയാം. ശരി. ഇത് കുട്ടന്റെ അപ്പൻ എവിടെയാ? എവിടെയാ പണി? ഏതോ ലോറിയില്ല. വരാറില്ലേ? വല്ലപ്പോഴും വരും. വന്നാ വഴക്കാ. അമ്മേനെ എപ്പോഴും തല്ലും, എന്നെയും തല്ലും. എനിക്ക് പേടിയാ. കള്ളമില്ല, കപടമില്ല, മായമില്ല, മന്ത്രമില്ല. ആർക്കും വയ്ക്കാം, ആർക്കും വയ്ക്കാം, ആർക്കും വയ്ക്കാം. 10 പൈസക്ക് 100 കപ്പലുണ്ട്. കപ്പലിന്റെ ലോട്ടറി, കപ്പലിന്റെ ലോട്ടറി. ആ അടിച്ചോ 10. 10 പൈസ ഒരു കണക്കിന് 10 പൈസ. 10 പൈസ. ആ വരണം വരണം വരണം. ആ 10 പൈസ. അങ്ങനെ വെച്ചോളൂ, ഇനി വെച്ചോളൂ. 10 പൈസ. 10 പൈസക്ക് 100 കപ്പലുണ്ട്. 100 കപ്പലുണ്ട്, 100 കപ്പലുണ്ട്. വെച്ചോളൂ വെച്ചോളൂ വെച്ചോളൂ. ആ 10 പൈസ കുട്ടികൾക്കും വയ്ക്കാം, കുട്ടികൾക്കും വയ്ക്കാം, എല്ലാവർക്കും വയ്ക്കാം. 10 പൈസ. 10 പൈസക്കാണ് 100 കപ്പലുണ്ട്. 50 കപ്പലുണ്ട്, 50 കപ്പലുണ്ട്. ആ 10 പൈസ. 10
പൈസ 10 പൈസ കപ്പലിന്റെ ലോട്ടറി ആ ഇറങ്ങിയോ ആ ആ ആ ഓ പിടിച്ചോ 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 ആ ഇവിടെ 100 അടിച്ചു 100 അടിച്ചു ആ എന്നാ പിടിച്ചോ ആ 20 20 20 20 40 40 മാഷേ താനേതായാലും സൂചിച്ചങ്ങനെ ഇരിക്കല്ലേ, എന്റെ മുതുകൊന്നും ചൊറിഞ്ഞു തന്നെ. ചൊറിയാം, പക്ഷേ കപ്പലണ്ടി ലോട്ടറിയില് എനിക്ക് 0 കിട്ടിയ കാര്യം അമ്മയോട് പറയരുത്. ശരി. 100 കിട്ടിയത് എനിക്കാന്ന് പറയണം. അമ്പട വീര, താൻ ആള് കൊള്ളാവല്ലോ മാഷേ. ശരി, സമ്മതിച്ചു.